ഇസ്രായേലിൻ്റെ അടിയന്തര സൈനിക മീറ്റിംഗ് ഇന്ന് നടക്കും. ഇറാനും അമേരിക്കയും തമ്മിൽ വലിയ സംഘർഷാവസ്ഥ മുറ്റുനിൽക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ ഈ അടിയന്തര മീറ്റിംഗ് വലിയ പ്രാധാന്യമുണ്ട് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവന അനുസരിച്ച് നോക്കുന്ന സമയത്ത് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് അനുകൂലമായിരിക്കുന്ന ഒരു നിലപാട് ഇറാന് വിരുദ്ധമായിരിക്കുന്ന സമീപനമായിട്ട് മാറിയിട്ടില്ലെങ്കിൽ വേണ്ടി വന്നാൽ ഒറ്റക്ക് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നതിനെക്കുറിച്ചും തങ്ങൾ ആലോചിക്കും എന്ന രീതിയിലുള്ള ചർച്ചയും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഏത് തരത്തിലും സൈനികപരമായിരിക്കുന്ന ബലക്ഷയം ഇറാൻ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വളരെ അടിയന്തരമായി ആവശ്യമാണ്. അതിലൂന്നിയിരിക്കുന്ന പ്രവർത്തനമാണ് തങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവുക എന്ന് ഇസ്രായേൽ ആവർത്തിക്കുകയും ചെയ്തു. ഇസ്രായേൽ പ്രധാനമന്ത്രി നാളെയാണ് അമേരിക്ക സന്ദർശിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. ആ തീരുമാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള ഒരു അവലോകനം കൂടി ഈ ചർച്ചയിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. കൃത്യവും വ്യക്തവുമായിരിക്കുന്ന ചില നിലപാടുകൾ അമേരിക്കയുടെ സമക്ഷം നേരിട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ് ഇസ്രായേൽ ലക്ഷ്യമാക്കുന്നത്. അതിൽ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ ആണവായുധവുമായി ബന്ധപ്പെട്ട കാര്യം അമേരിക്കയുടെ മാത്രം കാര്യമാണ്, അല്ലെങ്കിൽ അമേരിക്ക ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ചർച്ച ചെയ്യുന്നത് എങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് ഇറാനെ ആയുധ വിമുക്തമാക്കുന്ന ഒരു രാജ്യമാക്കി മാറ്റണം. അവർ നിരന്തരം സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ പോലെയുള്ള നൂതന സംവിധാനം തങ്ങളുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ അത് സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. അതിന് നിയന്ത്രണം കൊണ്ടുവരികയോ അത് പൂർണ്ണമായ രീതിയിൽ ഇല്ലാതാക്കുകയോ ചെയ്യാൻ അമേരിക്ക ഏത് തരത്തിലാണ് ഇടപെടുക എന്നുള്ളത് തങ്ങൾക്കറിയണം എന്നുകൂടി ഇസ്രായേൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു. അറേബ്യൻ രാജ്യങ്ങളുടെ വളരെ ശക്തമായിരിക്കുന്ന ഇടപെടലാണ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇവർക്ക് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രയാസം അമേരിക്കക്ക് സൃഷ്ടിച്ചിരിക്കുന്നത്. കാര്യം അറബ് രാജ്യങ്ങളുമായിട്ട് ഉടക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ അത് ഭാവിയിൽ സാരമായിട്ട് ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഉചിതം. അതല്ലെങ്കിൽ യുദ്ധം ചെയ്താൽ 100% വിജയിക്കും എന്നുള്ള ഒരു ഉറപ്പ് അമേരിക്കക്ക് ഉണ്ടാവണം. അത് അമേരിക്കയുടെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പോലും യഥാർത്ഥത്തിൽ ആ ഉറപ്പ് പറയാൻ അവർക്ക് സാധിക്കുന്നില്ല. കാര്യം ഇറാൻ്റെ കൈവശത്തിലുള്ള ആയുധങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രേരശേഷിയെക്കുറിച്ചും അവർ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന തന്ത്രത്തെക്കുറിച്ചും ഒരു കൃത്യമായിരിക്കുന്ന വിവരം കിട്ടുന്ന കാര്യത്തിൽ യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് അമേരിക്ക എന്ന് ചുരുക്കം. അതോടനുബന്ധിച്ച് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ നിരീക്ഷിക്കുന്ന ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ വളരെ ശക്തമായിരിക്കുന്ന സൈനിക പ്രാക്ടിക്കൽ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ടും തെഹ്റാൻ എന്ന് പറയുന്ന തലസ്ഥാന നഗരി കേന്ദ്രീകരിച്ചുകൊണ്ടും പിന്നീട് കടൽ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും ഇപ്പം നടക്കുന്നു. വിന്യസിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല പ്രയോഗവൽക്കരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് പ്രാക്ടിക്കൽ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തങ്ങൾ യുദ്ധത്തെ പ്രതീക്ഷിക്കുന്നു. അത് ഏത് സമയത്താണ് വരിക എന്ന് മാത്രമേ അഭിപ്രായ ഭിന്നതയുള്ളൂ. അത്തരമൊരു യുദ്ധം വന്നാൽ തങ്ങൾക്ക് എങ്ങനെ അതിന് പ്രതികരിക്കണം എന്നതിനെക്കുറിച്ച് തങ്ങൾക്ക് കൃത്യമായ രീതിയിലുള്ള അറിവുണ്ട്, വിവരമുണ്ട് എന്നുകൂടി യഥാർത്ഥത്തിൽ അവർ പറയുകയാണ്. അപ്പോൾ അതിനിടയിൽ ഇപ്പോൾ മറ്റൊരു സംഭവം ഇറാനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത് നർഗീസ് മുഹമ്മദിൻ്റെ ജയിൽ ശിക്ഷ 7.5 വർഷം കൂടി കൂട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. നർഗീസ് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ 2023 കാലഘട്ടത്തിൽ സമാധാന നോബൽ സമ്മാനം ലഭിച്ച ഇറാനി പൗരയാണ്. അപ്പോൾ അവർ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും ഗവൺമെൻറ് തലത്തിലുണ്ടാകുന്ന എതിർപ്പുകൾ, അതായത് സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ ഇറാൻ്റെ നിലപാടിനെ വിമർശിച്ചുകൊണ്ടും അന്താരാഷ്ട്ര വേദികളിൽ സംസാരിക്കുന്ന വ്യക്തിയാണ് നർഗീസ് മുഹമ്മദ് എന്ന് പറയുന്നത്. അപ്പോൾ രാജ്യദ്രോഹ കുറ്റവുമായിട്ട് ബന്ധപ്പെട്ടും രാജ്യദ്രോഹ വ്യക്തികളോട് സഹായം തേടുകയോ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശത്തിനനുസരിച്ചോ പ്രവർത്തിക്കുന്ന ഒരുപാട് പരാതികൾ നർഗീസ് മുഹമ്മദിനെതിരെ ഇറാൻ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാൻ 2025 അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ആ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം പിന്നീട് 10 ദിവസം 15 ദിവസത്തോളം കുറഞ്ഞൊരു ദിവസം മാത്രമാണ് പരോൾ അനുവദിച്ചത്. എന്നാൽ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ജയിലിൻ്റെ അകത്ത് കടന്നും രാജ്യദ്രോഹ കുറ്റത്തിന് വേണ്ടിയിട്ട്, അതായത് സർക്കാരിനോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥക്കോ എതിരെ സംസാരിക്കുകയും പ്രതികളാക്കപ്പെട്ട ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് മറ്റ് ധ്രുവീകരണ പ്രവർത്തനത്തിന് ആക്കം കൂട്ടുകയും ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ തെളിവ് അടിസ്ഥാനത്തിലാണ് ശിക്ഷാ കാലാവധി 7.5 വർഷത്തേക്ക് വീണ്ടും നീട്ടിയത്. അതിന് വലിയ രീതിയിലുള്ള എതിർപ്പ് വിമർശനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു യുദ്ധസമാന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു എന്നതിനാൽ ഈ കാര്യത്തിലൊന്നും ഒരു കൃത്യമായിരിക്കുന്ന ഒരു നിലപാടുകൾ പറയാൻ വേണ്ടിയിട്ട് ഒരു രാജ്യത്തിനും സാധിക്കുന്നില്ല. ഇറാൻ്റെ വിഷയത്തിലൊന്നും അങ്ങനെ ഇടപെട്ട് സംസാരിക്കാൻ വേണ്ടി പറ്റില്ല. യുദ്ധമുഖത്തുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ വല്ലാത്ത രീതിയിൽ ആധികാരികമായിട്ട് സംസാരിക്കുമ്പോൾ
പ്രയാസങ്ങളും വിഷമങ്ങളും പിന്നീട് അത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇറാനുമായിട്ട് ഉടക്കാൻ ആർക്കും ഇപ്പോൾ താല്പര്യമില്ല. കാര്യം അവർ ഏത് തരത്തിലും ആക്രമിക്കും. ഇറാൻ്റെയോ അമേരിക്കയുടെയോ ഇസ്രായേലിൻ്റെയോ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഇറാന് നേരെ ഉണ്ടാകുന്നൊരു സാഹചര്യം വന്നാൽ അകം പുറം നോക്കാത്ത രീതിയിൽ ആക്രമണം നടത്തും എന്നുള്ളത് ഇറാൻ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അത് സുപ്രീം ലീഡർ ആയിരിക്കുന്ന ആയത്തുള്ള ഖംനായി ആണെങ്കിലും ഇറാൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന മസൂദ് പെഷഷ്കിയാൻ ആണെങ്കിലും വിദേശകാര്യമന്ത്രി ആയിരിക്കുന്ന അബ്ബാസ് അറാഞ്ചി ആണെങ്കിലും തുല്യ രീതിയിൽ തന്നെയാണ് കൃത്യതയോടുകൂടി പറഞ്ഞത്. തങ്ങളുടെ ദേശത്തിന് നേരെ ഏതെങ്കിലും ഒരു രാജ്യത്തിൽ നിന്നൊരു ആക്രമണം വന്നാൽ തിരിച്ചടി ഭയാനകരമാകും. അതവർക്ക് താങ്ങാൻ പറ്റാത്തതിനേക്കാണ് അപ്പുറമായിരിക്കും എന്നൊരു മുന്നറിയിപ്പ് നൽകിയതിൽ യഥാർത്ഥത്തിൽ സമസ്ത മേഖലയും ഭയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അമേരിക്കയുടെ കപ്പൽ ഇപ്പോൾ അറേബ്യൻ കടലിൽ നങ്കൂരം വിട്ടിരിക്കുന്ന അബ്രഹാം ലിങ്കൺ ആ കപ്പലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ സുരക്ഷത്തെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് പുതിയൊരു സംവിധാനം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് പോലും അമേരിക്ക ആലോചിക്കുന്നു. മെഡിറ്ററേനിയൻ കടൽ, ഇസ്രായേലിൻ്റെ കടൽ തീരവുമായിട്ട് ബന്ധപ്പെട്ടും അവിടെയും യുദ്ധക്കപ്പലുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ അവിടെ നങ്കൂരം വിട്ടത് കൊണ്ട് മാത്രമല്ല, ആ കപ്പലും അതിലെ സൈനികരും അതിലെ ആയുധ സംവിധാനങ്ങളും യുദ്ധ വിമാനങ്ങളും സുരക്ഷിതമാകണമെങ്കിൽ അതിൻ്റെ സംവിധാന കാര്യങ്ങൾ ഒരുക്കണം. ഇപ്പോഴും വലിയ രീതിയിലുള്ള പരീക്ഷണങ്ങൾ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ഇപ്പോഴും നടത്തുന്നു. ഒരു ഡ്രോൺ തകർത്തിട്ടുണ്ട് എന്നുള്ളത് അമേരിക്ക പറയുന്നു. അത് ശരിയാണ് എന്നിട്ട് അത് കാണുന്നില്ല എന്ന് ഇറാൻ സ്ഥിരീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഒന്നിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ശേഷിക്കുന്നതൊന്നും യഥാർത്ഥത്തിൽ ഒരു രൂപത്തിലെത്തിയിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോഴത്തെ നിലവിലെ കാര്യങ്ങൾ പോകുന്നത്. ഡ്രോൺ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അപ്പപ്പോൾ വളരെ കൃത്യതയോടുകൂടി തന്നെ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം പ്രസിദ്ധീകരിക്കുന്നു. വീഡിയോ സഹിതം ലോകത്തോട് സംസാരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് വല്ലാത്ത രീതിയിൽ അമേരിക്കയും ഇസ്രായേലിനെയും അരിശം കൊള്ളിക്കുന്ന ഒരു വിഷയമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ പരമാവധി ഇതിന് മുൻപ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇസ്രായേലിലുള്ള ശാസ്ത്രജ്ഞന്മാരെക്കുറിച്ചും അവരുടെ സൈനിക മേഖലയെക്കുറിച്ചും അവരുടെ രഹസ്യമായിരിക്കുന്ന പല സംഭവത്തെക്കുറിച്ചും കൃത്യമായ രീതിയിൽ സോഷ്യൽ മീഡിയയിലും ഇറാൻ പ്രചരണം നടത്തിയത്. അവിടെ നിന്ന് ലഭ്യമായിരിക്കുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തങ്ങളിത് പ്രസിദ്ധീകരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മന്ത്രിമാരുടെയും അതേപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാരുടെയും ബയോഡേറ്റ അടക്കം പ്രസിദ്ധീകരിച്ചു എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്തു നിന്ന് രഹസ്യങ്ങൾ ചോരുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് തന്നെ ഈ വിഷയത്തെ ലോകം ഉദ്ധരിക്കപ്പെട്ടതാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇറാൻ എത്രത്തോളം ശക്തി ഉണ്ടാകുന്നു അത്രത്തോളം അതിൻ്റെ ഭീതിജനകമായിരിക്കുന്ന അന്തരീക്ഷം ഇസ്രായേൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് അമേരിക്ക ഇടപെട്ടിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ അമേരിക്ക തങ്ങൾക്ക് അനുകൂലമായിരിക്കും നിലപാടെടുത്തിട്ടില്ലെങ്കിലും തങ്ങൾ ഇറാനെ ആക്രമിക്കുമെന്ന് പറയുന്നത്. പക്ഷേ അത് എത്രത്തോളം അതിൻ്റെ ഭവിഷ്യത്തുകൾ ഉണ്ടാവും എന്ന കാര്യത്തെക്കുറിച്ച് ഒരു കൃത്യത ഇസ്രായേലിന് പോലുമില്ല. തിരിച്ചടികൾ ഭയാനകരമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ ആക്രമിച്ചത് ഇറാനാണ്. ആ ആക്രമണത്തോടു കൂടിയാണ് യുദ്ധം അവസാനിച്ചത്. പിന്നീട് ഒരു തിരിച്ചടി ഉണ്ടായിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ മാരകമായിരിക്കുന്ന തിരിച്ചടികൾ ഇറാൻ്റെ ഭാഗത്ത് ഉണ്ടാവും എന്നുള്ളത് ലോകത്തിന് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഒരു കരാർ വ്യവസ്ഥ പ്രകാരമൊന്നും അല്ല അന്ന് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചത്. നിലവിലെ ഒരു സാഹചര്യത്തിൽ, വർത്തമാന സാഹചര്യത്തിൽ പൊടുന്നതിനെ അത് നിർത്തി എന്ന് മാത്രം. ഇനി തങ്ങൾക്കത് തുടരാൻ തങ്ങൾക്ക് യാതൊരു മടിയുമില്ല. അതിനുള്ള സംവിധാനങ്ങൾ ആ യുദ്ധത്തിന് ശേഷം തങ്ങൾക്ക് പോരായ്മയുള്ള മേഖലകളും സൈനികർക്കിടയിലുള്ള അഭിപ്രായ ഭിന്നതയും ആയുധം സൂക്ഷിക്കപ്പെട്ട മേഖലയെല്ലാം സുരക്ഷിതമാക്കുകയും എല്ലാവിധ പോരായ്മകളും പരിഹരിച്ചു കൊണ്ട് നീങ്ങാൻ തങ്ങൾ സൈനികർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. സർവ്വ മേഖലയും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകൂട്ടിക്കൊണ്ട് തന്നെയാണ് തങ്ങളിത് പറയുന്നത് എന്ന് അബ്ബാസ് അറാഞ്ചി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പല ഘട്ടത്തിൽ പ്രതികരിച്ചതാണ്. അപ്പോൾ ഇറാനിലെ ഒമാനിൽ വെച്ച് നടത്തിയിരിക്കുന്ന ഇറാൻ അമേരിക്കൻ വെടിനിർത്തൽ ചർച്ച എവിടെയും എത്താതെ പിരിഞ്ഞു. അടുത്ത പ്രാവശ്യം ഉണ്ടാവും, അടുത്ത ആഴ്ച ഉണ്ടാവും എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു. എന്നാൽ എവിടെ വെച്ചെന്നോ എന്നതിനെക്കുറിച്ച് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ആ തീരുമാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇറാൻ അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഇറാൻ അവിടെ ചർച്ച കഴിഞ്ഞ് നേരെ ഖത്തറിലേക്ക് പോയി ഖത്തറിൽ വെച്ച് ചില നിലപാടുകളും തീരുമാനങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് വളരെ നിർണായകമാണ്. ഖത്തർ എന്ന് വെച്ചാൽ മധ്യസ്ഥ രാജ്യമാണ്. ആ ഖത്തറും ഇറാനും തമ്മിൽ വലിയ ബന്ധമാണ്. അവർ പറഞ്ഞ പ്രധാനമായിരിക്കുന്ന കാര്യം തങ്ങളുടെ രാജ്യത്തിന് നേരെ ഏതെങ്കിലും രീതിയിൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായാൽ തങ്ങൾ തിരിച്ചടിക്കുക. വെറും അമേരിക്കയ്ക്ക് മാത്രമല്ല, ഇസ്രായേലിനും അറേബ്യൻ രാജ്യത്ത് പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക ബേസും കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുമെന്ന് ആവർത്തിച്ചുകൊണ്ട് തന്നെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി പറഞ്ഞിട്ടുണ്ട്. ഇത് രാജ്യത്തിൻ്റെ നിലപാടാണ്. സമ്പുഷ്ട യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അങ്ങനെ വല്ലാതെ സംസാരിക്കേണ്ട കേസൊന്നും ഇല്ല എന്നുള്ളതും, ഇസ്രായേലിൻ്റെ കൈവശത്തിൽ ഉണ്ടാകുന്ന സമയത്ത് പരാതി ഇല്ലാതിരിക്കുകയും ഇറാൻ്റെ കൈവശത്തിൽ ഉണ്ടാകുന്ന സമയത്ത്
പരാതി ഉണ്ടാവുകയും ചെയ്യുക എന്ന ഇരട്ടത്താപ്പ് നയം അതും തങ്ങൾ അംഗീകരിക്കില്ല. മാന്യമായിരിക്കുന്ന ഒരു രീതിക്കനുസരിച്ചുള്ള ഒരു ചർച്ചയ്ക്കും തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് ഇറാൻ ആവർത്തിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ നെഞ്ചത്തേറ്റുന്ന അടിയായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത്. അപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ പരക്കം പാചിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ. അതുകൊണ്ടാണ് അവർ പറയുന്നത് അമേരിക്ക ആക്രമിച്ചിട്ട് തങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ തിരിച്ചടിയെക്കുറിച്ച് അവർക്ക് ഇപ്പോഴും ഒരു വ്യക്തതയില്ല എന്നതിനാൽ അതൊക്കെ അസാധ്യമായിരിക്കുന്ന കാര്യമാണ് എന്നുകൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയാണ്.